അങ്ങനെ കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ആ ഡേ വന്നു. മമ്മി വരേണ്ട ഡേ ആയി. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി മമ്മീനെ പിക്ക് ചെയ്യാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇത് നേരത്തെ കണ്ടിന്യൂഷൻ വ്ളോഗാണ്. നിങ്ങൾ പ്രിപ്പറേഷനൊക്കെ കണ്ടല്ലോ. മമ്മി കുറച്ച് അവേഴ്സിനുള്ളിൽ ഇവിടെ ലാൻഡ് ചെയ്യും. സോ ഞാൻ എയർപോർട്ടിലോട്ട് പോവാണ്. കുറച്ച് നേരത്തെ ഞാൻ ഇറങ്ങി, ബിക്കോസ് എനിക്ക് കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ വാങ്ങിയിട്ട് പോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലവർ ഷോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ലോൺ ഏരിയ ഒക്കെ ഇല്ലേ, ഇങ്ങനെ റോഡ് സൈഡിലുള്ളത്, അത് നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇത്ര നീറ്റായിട്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ബോക്സിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റേഷനിലാണ് എനിക്ക് സ്കൈ ബസ് കയറേണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഒരു മോളിൽ വന്നിട്ട് അവിടെ നിന്ന് ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചു. ഇനി നേരെ സ്കൈ ബസ് കയറിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകും. നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഗിഫ്റ്റ് കിട്ടാൻ ഇഷ്ടമാണോ? എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഇവിടെ ഉള്ളത് ബോക്സിൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് സ്കൈ ബസ് കയറിയിട്ടാണ് ഞാൻ പോകുന്നത്. അത് ഈസ്റ്റേൺ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കൈ ബസ് 7:40 ആണ് കാണിക്കണത്. അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കണം നമ്മൾ ഓൺലൈനിൽ, എന്നിട്ടാണ് പോകേണ്ടത്. കുറേ സ്കൈ ബസ്സസ് ഉണ്ട്. അപ്പം ഞാൻ പോകുന്നത് ഈ ഈസ്റ്റേൺ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഈ സ്കൈ ബസ്സിലാണ്. ഇതെന്ന് വെച്ചാൽ ഓൺലൈനിൽ മാത്രമല്ല, നമുക്ക് കയറുമ്പോൾ അപ്പം തന്നെ ടാപ്പ് ചെയ്തിട്ടും പേ ചെയ്യാം. കമ്പയർഡ് ടു ഊബർ ഇത് കുറച്ചും കൂടി അഫോർഡബിളും ആണ്, കംഫർട്ടബിൾ ട്രാവലും ആണ്. അപ്പോൾ നമുക്ക് ഇത് ഒരു ഗുഡ് ഓപ്ഷനാണ്. ഈ ഹോൾ എയർപോർട്ട് ബസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഫുൾ ബസ് കാര്യമാണ്. ഈ സ്കൈ ബസ്സിൽ ട്രാവൽ ചെയ്യണ വഴിക്ക് ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ലൊരു റെയിൻബോ. അപ്പോൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഞാൻ ഫ്ലവേഴ്സിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. 9:10 ആകുമ്പോൾ എത്തും ഞാൻ എയർപോർട്ടിൽ. മമ്മി 9:20 ആകുമ്പോൾ ലാൻഡ് ആവും. അപ്പോൾ ഞാൻ ഏർലി ആയിരിക്കും കുറച്ച്. നോക്കാം, ഫ്ലൈറ്റ് ഓൺ ടൈമാണെന്ന് തോന്നുന്നു. മെൽബണിൻ്റെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മെൽബണിൻ്റെ സ്കൈ ആണ്. അത് ഒരു ഈവനിങ് ടൈമിൽ പല പല കളേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും, പല പല സൈഡിലായിട്ട്. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ ഒരു സമ്മർ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു 8-9 ഒക്കെ ആകുമ്പോഴാണ് ഇപ്പോൾ ഇരുട്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ മെൽബൺ എയർപോർട്ടിലെത്തി. മമ്മിയുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എത്തിയപ്പോൾ. മമ്മിയുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. 10 monthsന് ശേഷം മമ്മീനെ കാണുന്നത്. എക്സൈറ്റഡ് ആണ് ഞാൻ കാണാൻ വേണ്ടിയിട്ട്. മമ്മി എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഒരു വേറെ കൺട്രിയിൽ വരാനും അതുപോലെ തന്നെ ഇവിടുത്തെ കൾച്ചർ എന്താണെന്ന് അറിയാനും പിന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റിയത്. അതുകൊണ്ട് തന്നെ മമ്മി ഇങ്ങനെ ഈ ഒരു കൺട്രി കാണണമെന്നും എല്ലാം ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷോർട്ട് ടൈമിൽ തന്നെ മമ്മിക്ക് ഇവിടേക്ക് വരാൻ പറ്റിയതിനും പിന്നെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുന്നതിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മമ്മിയും ഭയങ്കര സന്തോഷത്തിലാണ്. അന്ന് മമ്മിയുടെ ഫേസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഊബറിൽ ലഗേജൊക്കെ കയറ്റി നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ ഞാനൊരു കാർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, വെൽക്കം കാർഡ്. അതൊക്കെ കണ്ടിട്ട് മമ്മി ജസ്റ്റ് വായിച്ചിട്ട് മമ്മി പിന്നെയും അടുത്ത ലഗേജ് എടുക്കാൻ പോവുമായിരുന്നു. പിന്നെ മമ്മി ഈ പെട്ടിയൊക്കെ തുറന്ന് മമ്മിക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ, എന്നാലല്ലേ കുളിച്ച് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മമ്മി അതൊക്കെ എടുക്കണേൻ്റെ ഒരു തിരക്കിലായിരുന്നു. അതൊക്കെ എടുത്ത് പിന്നെ മമ്മി ഫ്രഷായിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ മമ്മി പാത്രത്തിലൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങളത് നേരെ കഴിക്കാനൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ഒരാഴ്ച മുമ്പ് ലെമൺ ഡേറ്റ്സ് പിക്കിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ചതായിരുന്നു. പിന്നെ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഈ ലെമണൊക്കെ ഉള്ള പിക്കിൾസൊക്കെ കുറച്ച് നാൾ എടുത്ത് വെച്ചാലല്ലേ അതൊരു കുറച്ചും കൂടി ടേസ്റ്റ് ആവുള്ളൂ. അപ്പം ഞാൻ അത് മമ്മിക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. കഴിച്ചിട്ട് മമ്മിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും നല്ല സന്തോഷമായി. നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിയത് അത് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. പിന്നെ നല്ല ലേറ്റൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വേഗം ഡിന്നർ കഴിച്ച് കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. ഇന്നത്തെ ഡിന്നർ ഹാപ്പിയാണോ?
ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ, സത്യമായിട്ട് പറ. ചിക്കൻ കഴിച്ചാ? കുരുമുളകിന്റെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട്. കുരുമുളക് മുഴുവനോട് ഇട്ടുണ്ട് തോന്നുന്നു അല്ലേ? നല്ല കയ്യും പൊള്ളുണ്ട്. വാ ഇരുന്നിട്ട് കഴിക്കാം. ചിക്കൻ നല്ലതാ. സോഫ്റ്റ് ആയിട്ട്. ശരി, വാ പോവാം. ബൈ. അപ്പോൾ ഇനി കുറേ ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക ഫോർ ദാറ്റ്. അപ്പോൾ എല്ലാവരെയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.